നമസ്കാരം. ഈ മതേതരത്വത്തിന്റെ പേരിൽ വലിയ ഊറ്റം കൊള്ളുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യർ തമ്മിൽ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കണം എന്നുള്ളതാണോ ഇന്ന് മതേതരത്വം? സോക്കോൾഡ് മതേതരവാദികൾ എന്നുള്ളവർ വിവിധ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ, ഇന്നലകളിൽ തമ്മിലടിച്ച ആളുകൾ ഇന്ന് ഒരുമിച്ചിരുന്നാൽ അതിനെതിരെ വിഷം വമിപ്പിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വർഗീയത നിറഞ്ഞ ഒരു സംസ്ഥാനമായി മാറുകയാണ് കേരളം. നോക്കൂ, ഞാൻ സൂചിപ്പിക്കുന്നത് AP അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അതിനെതിരെ AP അബൂബക്കർ മുസ്ലിയാരെ പോലെ വന്ധ്യ വയോധികനായ ഒരു മതപണ്ഡിതനെതിരെ വിഷം വമിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ, പൊതു മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ. അത് തന്നെയാണ് ഇന്നത്തെ വിഷയം. നോക്കൂ, ഈ രാജ്യം ഭരിക്കുന്നത് RSSകാർ തന്നെയാണ്. ഈ രാജ്യത്തെ 28ഓളം സംസ്ഥാനങ്ങളും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഭൂരിപക്ഷവും ഭരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും മത സംഘടനയും എല്ലാം തന്നെ സംഘപരിവാറിൽപ്പെട്ട സംഘടനകളാണ്. ഈ സംഘപരിവാറിന് ഇന്ത്യയിലുള്ളിടത്തോളം സ്വാധീനം മറ്റൊരു സംഘടനകൾക്കും ഇല്ല എന്നുള്ളത് നിസ്തർക്കമാണ്. ഈ ഭരണം കൈയാളുന്നത് സംഘപരിവാർ ആണെന്നിരിക്കെ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ എന്നും ഈ സംഘപരിവാറിനോട് എതിരിട്ടുകൊണ്ട് ശത്രുതാ മനോഭാവത്തിൽ പോകണമെന്നാണോ, അതോ സമവായത്തിൻ്റെതായ ഒരു പാത കണ്ടെത്തി കുഴിവെട്ടി മൂടുക വേദനകൾ പുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന കൈവാക്യം ആപ്തവാക്യമാക്കി എടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണോ ശ്രമിക്കേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം വന്ധ്യവയോധികനായ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന്. സുരക്ഷിതരല്ലേ? നോക്കൂ, നിങ്ങൾ ഒരു മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ ഇടയിൽ ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ടോ? നിങ്ങളുടെ പിഞ്ചു കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ രാജ്യത്ത് കേവലം ഒരു ധീരനായ ഒരു പോലീസ് ഓഫീസർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന മത സംഘർഷങ്ങൾക്കപ്പുറം വലിയ സംഘർഷങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടോ? കേവലം പശുവിൻ്റെ പേരിലുള്ള, പശുവിറച്ചിയുടെ പേരിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൃത്യമായി നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്ത് സിറിയയിലും നൈജീരിയയിലും മറ്റനേകം പല രാജ്യങ്ങളിലും, അഫ്ഗാനിസ്ഥാനിലടക്കം പാകിസ്ഥാനിലടക്കം ബംഗ്ലാദേശിലടക്കമുള്ള മതത്തിൻ്റെ പേരിലുള്ള അക്രമ സംഭവങ്ങൾ ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടോ? അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലേ? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ പോലെ ഇത്ര സുരക്ഷിതമായി വേറെ ഏത് രാജ്യത്താണ് താമസിക്കാൻ സാധിക്കുക? അദ്ദേഹം ഒരു പരമ യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ട് ഗ്രാൻഡ് മുഫ്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഭാരതത്തിലെ മുസ്ലിം സമുദായത്തിലെ വലിയൊരു സമൂഹത്തിന്റെ ആരാധ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടിറങ്ങി പറയുകയാണ്, മുസ്ലിങ്ങൾ അരക്ഷിതരാണ് ഈ രാജ്യത്തെന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഈ രാജ്യത്തിന്റെ യശസ്സിനും കീർത്തിക്കും ദോഷകരമാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ചിന്തിച്ചുകൊണ്ട് ആ മഹാമനുഷ്യൻ, നൂറിനോടടുക്കുന്ന ആ മഹാമനുഷ്യൻ വളരെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കിനെ ഇത്ര വിഷലിപ്തമായ രീതിയിൽ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. സംഘപരിവാറിനോട് എന്നും എതിർത്ത് നിന്നുള്ളതിനപ്പുറം അവരോട് സംസാരിക്കുക ഭരണാധികാരികൾ, അവരുടെ സംഘടനകളോട് സംസാരിക്കേണ്ട. പക്ഷേ ഇന്ത്യയുടെ ഭരണചക്രം നിയന്ത്രിക്കുന്ന ഭരണാധികാരികളോട് സംസാരിക്കുവാൻ ഇവിടുത്തെ ഏത് മതവിഭാഗത്തിൻ്റെ സാമുദായിക വിഭാഗത്തിൻ്റെയും ആളുകൾക്ക് അവകാശമുണ്ട്. അവരുടെ ആശങ്കകൾ അറിയിക്കണം. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആ സമൂഹത്തിന് എന്താണ് വേണ്ടത് അത് നേടിയെടുക്കാൻ സാധിക്കണം. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമായിരുന്നു. കേരളത്തിനപ്പുറം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ അവസ്ഥ ഇവിടുത്തെ പട്ടിക വിഭാഗങ്ങളെക്കാളും, അതായത് ദളിതരെക്കാളും മോശമാണ് കേരളത്തിനപ്പുറത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ. അത് എന്തുകൊണ്ടാണ്? നോക്കൂ, ബ്രിട്ടീഷുകാരോട് കെറുവിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ചെകുത്താൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാതെ മുസ്ലിം സമുദായം ഒരുപാട് കാലം അതിനെ അകറ്റി നിർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അതിനുശേഷം ഇംഗ്ലീഷ് പഠിച്ചു, മറ്റു ഭാഷകൾ പഠിച്ചു, മലയാളം പഠിക്കാനും പോലും അവർ തയ്യാറായിരുന്നു. അത് ഹിന്ദുക്കളുടെ ഭാഷയാണെന്നായിരുന്നു പണ്ട് കാലത്ത് ആ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പഠിച്ചിരുന്നു, ധരിച്ചു വശമായിരുന്നു. അത് മാറിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വികസനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ സമൂഹം ഒരു നവോത്ഥാനത്തിൻ്റെ പാതയിൽ
മേഖലയാണ്. അത് വിട്ടെറിഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ മുല്ലമാരുടെ തലത്തിലേക്ക് ഇന്ത്യയിലെ മത പണ്ഡിതന്മാർ തരം താഴണമെന്ന് വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആരാണ്? നോക്കൂ, നമ്മുടെ ഭാരതം മുന്നോട്ട് പോവുകയാണ്, എല്ലാ മേഖലകളും വളർച്ച കൈവരിക്കുകയാണ്, ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുകയാണ്. ഇവിടെ ഈ രാജ്യം ഇനിയും അനേക കാലം സംഘപരിവാർ തന്നെ ഭരിക്കും എന്നുള്ളത് രാഷ്ട്രീയം അറിയുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. രാഹുൽ ഗാന്ധിയെ പോലെ രാഷ്ട്രീയം എന്തെന്നറിയാത്ത ഒരു മനുഷ്യൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുവോളം കോൺഗ്രസിന് ഭാവിയില്ല എന്നുള്ളതും അറിയാം. ഈ രാജ്യത്തിന്റെ മുന്നോക്ക് പോക്കിനനുസരിച്ച് അതിനൊരു വിരുദ്ധ ശക്തികളായി, ഭരണകൂടത്തിന് വിരുദ്ധ ശക്തികളായി എല്ലാ കാലത്തും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത് നിൽക്കുവാനാണോ, ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം നിൽക്കുവാനാണോ ഇവിടുത്തെ പ്രബല സമുദായമായിട്ടുള്ള മുസ്ലിം സമുദായം നിലനിൽക്കേണ്ടത്? അവിടെയാണ് അബൂബക്കർ മുസ്ലിയാർ ഒരു മാതൃകയാകുന്നത്. അദ്ദേഹം ഈ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുന്നു. ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കുവാൻ ഒരാൾ വേണം. ആ സ്ഥാനത്തേക്ക് അദ്ദേഹം സ്വമേധയാ വരുന്നു. ഇസ്ലാമിക മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അത് അവതരിപ്പിക്കാനും കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതിനെന്താണ് തെറ്റ് സുഹൃത്തുക്കളെ? നോക്കൂ, ആൾക്കൂട്ട കൊലപാതകങ്ങളും പശുവിറച്ചിയുടെ പേരിലുള്ള കൊലപാതകങ്ങളും ഗുജറാത്ത് കലാപവും ഒക്കെയാണ് ഇവർ അതിന് വിരുദ്ധമായിട്ട് പറയുന്നത്. അതൊക്കെ നടത്തിയ സംഘികളോട് ഇരുന്ന് സംസാരിക്കാമോ, ഇദ്ദേഹം ചതിയനാണ്, അങ്ങനെയുള്ള അറബി വാക്കിൽ എന്ന മുഷ്രിഖ്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക സുഹൃത്തുക്കളെ, ഇത് പറയുകയാണെങ്കിൽ ഒരു സമൂഹം അവർ ഞങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കുവാൻ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഒരു ഗുജറാത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഗുജറാത്തിൽ പോലും ഗോത്രാനന്തര കലാപമാണ് ഈ ഗുജറാത്ത് കലാപം. ഗോദ്രയിലെ ആ കർഷകരായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളെ കത്തിച്ചു കൊന്നതിന് ശേഷം ഗോത്രാനന്തര കലാപമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിനു മുമ്പ് ഇവിടെ തൂർ കിണറിൽ തലയറുത്ത് കൊല്ലപ്പെട്ട അനേകം ആളുകളുടെ കഥ പറയുകയാണെങ്കിൽ, മാറാട്ടിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കഥ പറയുകയാണ്. 1921 കലാപത്തിൽ കൂട്ടക്കൊല ടിപ്പു സുൽത്താനാൽ കൊല ചെയ്യപ്പെട്ട, അതുപോലെ മുഗള ചക്രവർത്തിമാരാൽ കൊല ചെയ്യപ്പെട്ട, അങ്ങനെ ഒത്തിരി ആളുകൾ, വിഭജനത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട ആളുകൾ, ഇന്ത്യയുടെ വിഭജനം, ഇതൊക്കെ വീണ്ടും ഈ മുറിവുകളിൽ കുത്തി മുറിവേൽപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ. എങ്കിൽ ഈ രാജ്യം എങ്ങോട്ട് പോകും? അതിനു ഞാൻ മുൻപ് പറഞ്ഞ പോലെ കുഴിവെട്ടി മൂടുക വേദനകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും സഹിച്ചത്, ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും സഹിച്ചതും ത്യാഗം ചെയ്തത് ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെയാണ്. നമുക്കറിയാം, ക്രൈസ്തവർ പോലും പോർച്ചുഗീസുകാർ നമ്മുടെ ഗോവയിലും മറ്റും ചെയ്ത ക്രൂരതകൾ, അത് വെച്ചുകൊണ്ട് ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തെ വെറുക്കാൻ കഴിയുമോ? എല്ലാവർക്കും പൂർവ്വ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് മറന്നുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു ഇടം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അത് തന്നെയാണ് അബൂബക്കർ മുസ്ലിയാർ, വയോധികനായിട്ടുള്ള അബൂബക്കർ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദിയോട് അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യയുടെ ഭരണാധികാരി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നാണ്. എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പ്രതിനിധീകരിക്കുവാൻ ഏറ്റവും അർഹനായിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. കാരണം ഈ കേവലം രാഷ്ട്രീയക്കാർ ഈ സമൂഹത്തിന് എല്ലാ കാലത്തും ചതിക്കുക, മുസ്ലിം സമുദായത്തിനെ ചതിക്കുക തന്നെയാണ് കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ളത്. ഷബാനു ബീഗം കേസിന് ശേഷം ആ കോടതി വിധി മറികടക്കുവാൻ നിയമനിർമ്മാണം നടത്തി അതിൽ ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് വിദ്വേഷമുണ്ടായെന്ന് കണ്ടുകൊണ്ട് അവിടെ ആരാധനയ്ക്ക് അയോധ്യയിലെ ക്ഷേത്രം തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണെന്ന് നിങ്ങൾ ഓർക്കുക. അയോധ്യയിലെ പ്രശ്നങ്ങളും ബാബരി മസ്ജിദിന്റെ ധ്വംസനങ്ങളും തുടങ്ങിയത് കോൺഗ്രസിന്റെ കാലത്താണ്. ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടത്തിയ സിഖ് വിരുദ്ധ കലാപമാണ്. 3250 പരം ആളുകളെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടക്കൊലയും വംശഹത്യയും നടന്നിട്ടുണ്ടെങ്കിൽ അത് സിഖ് വിരുദ്ധ കലാപമാണ്. അത് ചെയ്തത് കോൺഗ്രസ് ആണ്. ഈ സമൂഹങ്ങൾ, അവർക്ക് വോട്ട് മാത്രമാണ് ആവശ്യം. ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കുള്ള ഭരണം കിട്ടിയപ്പോഴൊക്കെ കക്കുക, മുക്കുക, നക്കുക എന്നുള്ളതിനപ്പുറം രാജ്യത്തിന്റെ പുരോഗതിക്ക് അവർ ശ്രമിച്ചിട്ടില്ല. 2014 ശേഷം ഉണ്ടായ സമൂഹത്തിന് അതറിയില്ല, തലമുറയ്ക്ക് അതറിയില്ല. അതിനു മുമ്പുണ്ടായവർക്ക് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഭരണകാലത്തെ കള്ളത്തരങ്ങളെ കുറിച്ച് നമുക്കൊരു ആകാശത്തും പാതാളത്തും ഭൂമിയിലും എല്ലായിടത്തും കട്ട ഒരു സമൂഹം. ആ സമൂഹത്തിന് പുറകിൽ ഒരു വെറുപ്പോടു കൂടി മാത്രം ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിനെ കാണുന്നതിന് പകരം അവരോട് ചർച്ച ചെയ്ത് ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ
പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതാണ് ഈ അകന്ന മാനസങ്ങൾ അടുക്കുവാൻ അത് സാധിക്കും. അത് സാധിക്കാൻ ഒരു മുൻകൈ ഒരു വയോധികനായിട്ടുള്ള ഒരു മതപുരോഹിതൻ എടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ ചന്ദ്രഹാസം ഇളക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നതാണ് മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളാണ് ഈ സമൂഹത്തിന് ഏറ്റവും ദ്രോഹം ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലെ രാഷ്ട്രീയവും മതവെറുപ്പും മതവർഗീയതയുമാണ് അബൂബക്കർ മുസ്ലിയാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വമിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അല്പമെങ്കിലും ഈ മനുഷ്യവർഗത്തോടോ ഈ സമൂഹത്തോടോ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ അപരൻ അപ്പുറത്തിരിക്കുന്നവൻ ശത്രുവാണെങ്കിൽ പോലും അവനോട് സംസാരിക്കുവാൻ, യുദ്ധങ്ങളിൽ പോലും സംസാരിക്കുവാനും സംസാരിച്ച് തീർക്കുവാനും ഇല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും നമ്മുടെ പുരാണത്തിൽ പോലും നമ്മുടെ യുദ്ധങ്ങളിൽ ഇതിഹാസങ്ങളിൽ പോലും അത്തരം നമുക്കറിയാം ശ്രീകൃഷ്ണൻ ഒരു ദൂതനായി പോയത് ഇത് തീർക്കാൻ വേണ്ടി. ആ ഒരു തലത്തിൽ ഇങ്ങനെ അദ്ദേഹത്തെ കാണുക. ഇനിയിപ്പോൾ സംഘപരിവാറും ഇവിടുത്തെ മുസ്ലിം സമുദായം തമ്മിൽ എതിർപ്പിലാണെങ്കിലും അവർക്കിടയിൽ സംസാരിക്കുവാൻ ഒരു പാലമായിട്ടൊരാൾ എന്നുള്ള നിലയ്ക്കെങ്കിലും അദ്ദേഹത്തെ കാണുക. അദ്ദേഹത്തെ വെറുക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തിനുള്ള ഈ മനുഷ്യ സമൂഹത്തിനുള്ള ഭാരതീയർക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് നിങ്ങൾ ഈ വിഷം ഭവിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.